അഡ്വക്കേറ്റ് തൗഫീഖ്, അങ്ങ് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇതിൽ വളരെ കൃത്യമായി ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ അങ്ങ് സംസാരിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ ഒരു രീതിയിലാണ്. ഷാഫി പറമ്പിൽ മാത്രമാണ് ഇപ്പോൾ രാഹുലിനെ അനുകൂലിച്ച് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും എതിരാണ്. നിങ്ങളുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ അതിശക്തമായ ഭാഷയിൽ പ്രതികരണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നിട്ടും എങ്ങനെയാണ് താങ്കൾക്ക് ഇത് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ വലിയ അതിശയം തോന്നുകയാണ്. നീലിമ, എന്റെ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാടാണ്, KPCCയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് അതല്ല എന്ന് വളരെ വ്യക്തമാക്കപ്പെട്ടല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഞാൻ പറയുന്നതിന് മുമ്പ് തോക്കിൽ കയറി വെടിവെക്കാതെ ഞാൻ പറഞ്ഞു വരികയാണ്. അതായത് എന്റെ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാടാണ്. KPCC ആണ് നിലപാട്. KPCC ആണ് ആ കാര്യത്തിൽ നിലപാട് പറയേണ്ടത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, അത് ഞാൻ ഇത്രയും ചോദ്യത്തിന് ആ ഒറ്റ മറുപടി കൊണ്ട് മറുപടി നൽകുകയാണ്. അതായത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇന്ന് ഏറ്റവും ഒടുവിൽ വളരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു ഗൗരവമുള്ള വിഷയമാണ്, കേരളത്തിലെ നേതാക്കൾ അടക്കം ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തക്ക സമയത്ത് ഉചിതമായ തീരുമാനം അറിയിക്കും. എനിക്കും അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കും. മാധ്യമങ്ങൾ അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ വിവിധ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അങ്ങടക്കം ഞാൻ പേരുകളിലേക്ക് ആവർത്തിക്കുന്നില്ല, വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും പരിശോധിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്ത് എടുക്കും എന്നുള്ളത്. ഇവിടെ ധാർമ്മികത മുൻനിർത്തി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. അതും ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം. അതിനപ്പുറത്തേക്ക് ഇവിടെ ധാർമ്മികതയെ കുറിച്ച് വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട BJPയുടെയും LDFന്റെയും പ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കൃത്യമാണ്. ഇവിടെ BJP പ്രതിനിധി ധാർമ്മികത എന്നൊക്കെ വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പയെ BJPയുടെ പരമോന്നത സമിതിയായ പാർലമെന്ററി സമിതിയിൽ അത് കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞ കോടതി തള്ളിക്കളഞ്ഞ വിഷയം താങ്കൾക്കറിയില്ലേ? അത് യെദ്യൂരപ്പയ്ക്കെതിരെ എടുത്തത് കള്ളപ്പരാതിയായിരുന്നു എന്ന് വളരെ കൃത്യമായി നിയമ സംവിധാനങ്ങളിലൂടെ പോകുകയും കോടതി ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് വിടൂ, ആ ആരോപണം വിടൂ. അത് വളരെ കൃത്യമായി യെദ്യൂരപ്പയുടെ കേസിൽ കോടതി തീർപ്പ് കൽപ്പിച്ചതാണ്. BJP പ്രതിനിധിക്ക് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞു ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ യാദവിനെ എത്ര കാലമാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തത്? BJPയുടെ പ്രതിനിധി തന്നെ മറുപടി പറയും. അതിനുശേഷം എനിക്ക് പറയാനുള്ള അവസരം എന്താണ്? തൗഫീഖ് കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? തൗഫീഖ് കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ UPയിലേക്ക് വണ്ടി വരുന്നത്? നിങ്ങളല്ലയോ പറയുന്നത് കേരളത്തെ നോക്കി പഠിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ LDF UDF കൂടെ അല്ലേ? നിങ്ങൾ പറഞ്ഞ LDF UDF കൂടെ അല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് UPയിലേക്കും കർണാടകത്തിലേക്കും മധ്യപ്രദേശിലൊക്കെ വണ്ടി കയറി പോകുന്നത്? നിങ്ങൾ കേരളത്തിലെ കാര്യം നാട് മൊത്തം നടന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ പെണ്ണുങ്ങളെ മൊത്തം പിച്ചി ചീന്തിയിട്ട് പാതിരാപ്പോയി മെസ്സേജ് വെച്ചിട്ട് ന്യായീകരിച്ചിട്ട് BJP ചാടി കയറുവാണ് നിങ്ങൾ. നിങ്ങൾ ഒരു പാതിരാപ്പോയി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് UPയിലേക്ക് വണ്ടി കയറി പോകുന്നത്? എന്ത് ധാർമ്മികത? നിങ്ങൾക്ക് നാണമുണ്ടോ തൗഫീഖ്? നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതകൾക്ക് നേരെയല്ലേ? നിങ്ങളുടെ പാർട്ടി വിശ്വസിച്ച, നിങ്ങളുടെ രാഹുൽ ഗാന്ധി ആവശ്യമായ സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറെ നേരമായി ഈ ഉചിതമായ സമയത്ത് ഉചിതമായ മറുപടി അതേ ചർച്ചയിൽ ഒരു 10 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. മിനിമം മിനിമം ആ എറണാകുളം കോൺഗ്രസിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്നും കയറി നോക്കൂ, അല്ലെങ്കിൽ അവിടെ വരുന്ന മെസ്സേജസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഉൾപ്പെടെ 5 പേർക്ക് മറുപടി പറയേണ്ട ആൾ ഞാനാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ആ മറുപടി പറയേണ്ട സമയം. ജിതിൻ ചോദിക്കൂ. അങ്ങേക്ക് ചോദിക്കാം. തൗഫീഖ്, നിങ്ങളുടെ ഉചിതമായ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഫീഖ്, ഒരു സംശയം. ഈ ഉചിതമായ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയം വന്ന് മാധ്യമങ്ങൾ ഈ ചർച്ച വിടുന്നതും കാത്തിരിക്കുകയാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് ഉചിതമായ സമയമൊന്നുമില്ല. നിങ്ങൾ പോകുന്നുണ്ടോ മറ്റേ ജോൺസിനെ കാണാൻ വേണ്ടിയിട്ട് ഗോവിന്ദ സഖാവിന്റെ കൂടെ? നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പോലും ഇവർ തയ്യാറാവില്ലെന്നേ.
നിങ്ങൾക്കെതിരെ കേസ് ഒരിക്കലും നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ ഇവർ തയ്യാറാകില്ല. നിങ്ങൾ തൗഫീഖ് സരിൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട മുതൽ വളരെ കൃത്യമായ പ്രതികരണവുമായി ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്തുണ്ട്. ഞങ്ങൾ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന നാളുകളിൽ ഉടനീളം നടന്ന മാധ്യമ സംവാദങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. മാധ്യമ സംവാദങ്ങളിൽ പങ്കെടുത്ത ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ KPCC അധ്യക്ഷ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും അങ്ങടക്കം ധാർമ്മികതയെ കുറിച്ച് കൃത്യമായി അനിവാര്യമായ അതിലെന്തായാലും മറുപടി പ്രതീക്ഷിക്കട്ടെ. അതിലെന്തായാലും തൗഫീഖിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കട്ടെ.